ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാ പോയിൻറ്സും വളരെ സിമ്പിളായിക്കൊണ്ട് എന്നാൽ ഫാസ്റ്റ് ആയിക്കൊണ്ട് നമ്മളൊന്ന് പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്ന് കൂടെ നിന്നാൽ നമുക്ക് 8 മാർക്കിന് വരെ വെയിറ്റേജ് ഉള്ള ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും അടിച്ചെടുക്കാൻ സാധിക്കും. നോക്കാം നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള 3rd ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കട ഈ റിവിഷൻ ക്ലാസ്സിൻ്റെ നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ CM അക്കാദമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഫ്രീ മെറ്റീരിയൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആപ്പ് സ്റ്റോറിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആപ്പാണ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിലെ ടോപ്പിക്കിലേക്ക് കടന്നാലോ. ആദ്യമായി നിങ്ങൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കി വെക്കേണ്ടത് 2 തരം ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഉണ്ട്. നിങ്ങൾക്കറിയാം, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം. വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റി എന്നർത്ഥം. സ്കേലാറുകൾക്ക് എക്സാമ്പിൾ ഡിസ്റ്റൻസ്, സ്പീഡ്, വർക്ക്, എനർജി, പവർ, മാസ്, ടൈം, പ്രഷർ. പ്രത്യേകം നോട്ട് ചെയ്യണം, പ്രഷറിന് ഡയറക്ഷൻ ഉണ്ട്, പക്ഷേ പ്രഷർ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് എല്ലാം ഡയറക്ഷൻ ഉണ്ടെങ്കിലും സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റികൾക്ക് എക്സാമ്പിൾ അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം എക്സെട്ര. നിങ്ങൾക്ക് 4 ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തന്നിട്ട് ചോദിക്കും, ഇതിൽ ആരൊക്കെയാണ് സ്കേലാറുകൾ, ആരൊക്കെയാണ് വെക്ടറുകൾ. അതിന് നിങ്ങൾ ഈ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ പോരാ, 14 ചാപ്റ്ററിലും നമ്മളെല്ലാ ചാപ്റ്ററിലും പഠിക്കുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളിലും സ്കേലാറുകൾ ഏത്, വെക്ടറുകൾ ഏത് എന്ന് കൃത്യമായി നമുക്ക് അറിയുന്നുണ്ടായിരിക്കണം. എന്നാലേ ആ ചോദ്യം ആൻസർ ചെയ്യാൻ സാധിക്കും. വെക്ടറുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി ലെറ്റർ എഴുതി മുകളിൽ ആരോ ഇടും. മോഡ് എ വെക്ടർ അല്ലെങ്കിൽ എ എന്ന് എഴുതിയാൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് മാത്രമാണ് അർത്ഥം. വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ആരോ വരക്കും. ആരോ തുടങ്ങുന്ന പോയിന്റിനെ ടെയിൽ എന്ന് പറയും, എൻഡ് പോയിന്റിനെ ഹെഡ് എന്ന് പറയും. ഓക്കെ, ദെൻ വെക്ടറുകൾ പല ടൈപ്പ് ഉണ്ട്. നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ഈക്വൽ വെക്ടേഴ്സ്. എപ്പോഴാണ് 2 വെക്ടറുകൾ ഈക്വൽ ആണെന്ന് പറയുക? വെക്ടറുകൾക്ക് സെയിം മാഗ്നിറ്റ്യൂഡ്, സെയിം ഡയറക്ഷൻ. നോക്കട്ടെ, 2 വെക്ടറുകൾ ഞാൻ ആരോ കാണിച്ചിട്ടുണ്ട്. ഒന്ന് എ വെക്ടർ, മാഗ്നിറ്റ്യൂഡ് 5 ആണെന്ന് കരുതുക. അതേ ലെങ്ത്തിൽ ഞാൻ ബി വെക്ടർ വരച്ചു, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ വേഗം സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ്, നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലാത്ത ഭാഗമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കൂടെ നിൽക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ എ വെക്ടറും ബി വെക്ടറും ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, ഈക്വൽ സെയിം ഡയറക്ഷൻ, സോ ഈക്വൽ വെക്ടേഴ്സ്. എന്നാൽ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോഴോ, നെഗറ്റീവ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ലെങ്ത് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾ നോക്കേണ്ടത് യൂണിറ്റ് വെക്ടേഴ്സിനെ കുറിച്ചാണ്. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്, അഥവാ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറുകളാണ് യൂണിറ്റ് വെക്ടറുകൾ. അതിൽ 3 യൂണിറ്റ് വെക്ടറുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. ഓക്കെ, ഈ യൂണിറ്റ് വെക്ടറുകൾ നമ്മൾ ഈ ക്യാപ്പ് എന്നുള്ള സിമ്പിൾ ഇട്ടുകൊണ്ടാണ് സൂചിപ്പിക്കുക. ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സിസ്, ജെ ക്യാപ് വൈ ആക്സിസ്, കെ ക്യാപ് സെഡ് ആക്സിസ്. ഈ 3 വെക്ടറുകളും അറിയപ്പെടുന്ന പേര് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഓർത്തോഗണൽ മീൻസ് പെർപെൻഡിക്കുലർ. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നറിയപ്പെടുന്നവർ ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. ഓക്കെ, ദെൻ അടുത്തത് നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ. സീറോ വെക്ടറിനെ സൂചിപ്പിക്കാൻ 0 എന്നെഴുതി മുകളിൽ ആരോ ഇടും. സീറോ വെക്ടറിന് 0 മാഗ്നിറ്റ്യൂഡാണ്, നോ സ്പെസിഫിക് ഡയറക്ഷൻ. സീറോ വെക്ടർ എന്താണ് എക്സാമിന് ചോദിക്കാറുണ്ട്? നോ മാഗ്നിറ്റ്യൂഡ്, നോ സ്പെസിഫിക് ഡയറക്ഷൻ. ഓക്കെ, സീറോ വെക്ടറിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഒരേ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബോഡിയുടെ ആക്സിലറേഷൻ, ഇങ്ങനെല്ലാം എക്സാമ്പിൾ പറയാം. എക്സാമിന് 2 തവണ ചോദിച്ചു സീറോ വെക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും എഴുതുക എന്ന്. സീറോ വെക്ടറിൻ്റെ പ്രോപ്പർട്ടി സിമ്പിളായി നമുക്ക് എഴുതാം. ഒരു വെക്ടറിൻ്റെ കൂടെ നമ്മൾ സീറോ വെക്ടർ ആഡ് ചെയ്താൽ നമുക്ക് അതേ വെക്ടർ തന്നെ കിട്ടുന്നു. ഒരു വെക്ടറിൽ നിന്ന് സീറോ വെക്ടർ മൈനസ് ചെയ്താലും നമുക്ക് സെയിം വെക്ടർ തന്നെ കിട്ടുന്നു. ഓക്കെ, സോ സീറോ വെക്ടറിൻ്റെ 2 സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് പോയിന്റ്. നമ്മളിനി 2 വെക്ടറുകൾ എങ്ങനെ ആഡ് ചെയ്യാം എന്ന ടോപ്പിക്കിലേക്ക് വരും. അഡീഷൻ ഓഫ് 2 വെക്ടേഴ്സ്. വെക്ടറുകളെ ആഡ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ, ഒന്ന് ട്രയാങ്കിൾ ലോ, മറ്റൊന്ന് പാരലലോഗ്രാം ലോ. ട്രയാങ്കിൾ ലോയിലും പാരലലോഗ്രാം ലോയിലും എങ്ങനെയാണ് 2 വെക്ടറുകളെ ആഡ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. ആദ്യം എക്സാമിന് ട്രയാങ്കിൾ ലോയും പാരലലോഗ്രാം ലോയുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വൃത്തിക്ക് പഠിക്കണം. ഒന്ന് എക്സാമ്പിളായി ഒരു ഡയഗ്രം വരക്കാനും ഒന്ന് പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ട്രയാങ്കിൾ ലോ? സിമ്പിളാണ്. ഒരു വെക്ടർ ഞാനിത് ഇങ്ങനെ വരച്ചു. ഇതാ വെക്ടറിൻ്റെ ടെയിലും ഇത് ഹെഡും അല്ലേ. രണ്ടാമത്തെ വെക്ടർ, നമുക്ക് 2 വെക്ടറുകളെ ആഡ് ചെയ്യണം. ഇത് എ വെക്ടറാണ്. ഇനി എനിക്ക് ബി എന്നൊരു വെക്ടർ ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യേണ്ട വെക്ടർ ശ്രദ്ധിക്കണം, ഇത് എ വെക്ടറും അതോടൊപ്പം ഇത് ബി വെക്ടറുമാണ് എന്ന് കരുതുക. ഈ 2 വെക്ടറുകളെയാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഇതേ വെക്ടറിൻ്റെ ഹെഡിൽ രണ്ടാമത്തവൻ്റെ ടെയിൽ വരുന്ന രീതിയിൽ ആ രണ്ടാമത്തെ വെക്ടറിനെ ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു. ഇത് ബി വെക്ടർ. സോ എ വെക്ടറും ബി വെക്ടറും ഞാൻ ഹെഡ് ടു ടെയിൽ അങ്ങനെ വരച്ചു. ഒന്നാമത്തവൻ്റെ ടെയിൽ ഹെഡ്, ടെയിൽ ഹെഡ്. ഇങ്ങനെ ടെയിൽ ഹെഡ് ചേർത്ത് വരയ്ക്കുന്നതിന് സെയിം ഓർഡറിൽ എടുക്കുക, സെയിം ഓർഡറിൽ വരയ്ക്കുക എന്ന് പറയും.
അങ്ങനെയെങ്കിൽ ഇങ്ങനെ രണ്ട് വെക്ടറുകളെ സെയിം ഓർഡർ എടുത്താൽ ആ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ വരച്ചാൽ, റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ ടെയിൽ ഹെഡ് ടെയിൽ ആ രീതിയിൽ, മൂന്നാമത്തെ സൈഡ് റിവേഴ്സ് ഓർഡറിൽ വരച്ചാൽ അതായിരിക്കും റിസൾട്ടൻറ്റ്. സോ രണ്ട് വെക്ടറുകളെ ട്രയാങ്കിളിൻ്റെ സൈഡുകളായി സെയിം ഓർഡറിൽ വരയ്ക്കുക, തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡർ എടുത്താൽ റിസൾട്ടൻ്റായി. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിളായി മനസ്സിലാക്കി ഒന്ന് ബൈഹാർട്ടാക്കി വെക്കുക, ഡയഗ്രാം വരക്കാനും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയെങ്കിൽ അടുത്തത് പാരലലോഗ്രാം ലോ ആണ്. എന്താണ് പാരലലോഗ്രാം ലോ എന്ന് ചോദിച്ചാൽ, രണ്ട് വെക്ടറുകളെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നേരത്തെ കാണിച്ച അതേ രണ്ട് വെക്ടറുകളാവട്ടെ, ഇത് എ വെക്ടർ, അതോടൊപ്പം ഇത് ബി വെക്ടർ. എങ്ങനെയാണ് രണ്ട് വെക്ടറുകളെ പാരലലോഗ്രാം മെത്തഡിൽ ആഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ ആ രണ്ട് വെക്ടറുകളെയും ഒരേ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ വരയ്ക്കുക. ഇതല്ലേ ടെയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതേ പോയിന്റ് നിന്ന് തുടങ്ങുന്ന രീതിയിൽ ഞാൻ ബി വെക്ടറും അങ്ങ് വരച്ചു. ഇപ്പോൾ ഇത് പാരലലോഗ്രാമിൻ്റെ സൈഡുകളെ പോലെയായി, അഡ്ജസ്റ്റൻറ്റ് സൈഡുകൾ. ഇനി നമുക്ക് ആ പാരലലോഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ അതേ പോയിന്റിൽ നിന്ന് വരച്ചാൽ നമുക്ക് റിസൾട്ടൻറ്റ് കിട്ടും. രണ്ട് വെക്ടറുകൾ, നമുക്ക് ആ രണ്ട് വെക്ടറുകളെ സെയിം പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ പാരലലോഗ്രാമിൻ്റെ സൈഡുകളായി വരയ്ക്കാൻ സാധിച്ചാൽ ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ വരച്ചാൽ നമുക്ക് റിസൾട്ടൻറ്റ് കിട്ടും. സിമ്പിളായി സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് എഴുതിയെടുക്കുക, അതൊന്ന് ബൈഹാർട്ടാക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് വരയ്ക്കാനും കൂടി അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് സിമ്പിളായി നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ട്രയാങ്കിൾ ലോയും പാരലലോഗ്രാം ലോയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ഡെറിവേഷൻ, 2 മാർക്കിന് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഡെറിവേഷനാണ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് വെക്ടർ. എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ്? R is equal to square root of a square plus b square plus 2ab cos theta. A is the magnitude of a vector, b is the magnitude of b vector, theta is the angle between a vector and b vector. സിമ്പിളായി നിങ്ങൾ ട്രയാങ്കിൾ ലോ വരക്കാൻ പഠിച്ചല്ലോ. ആ ട്രയാങ്കിൾ ലോയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് എ വെക്ടർ ബി വെക്ടർ വരച്ചു തന്നല്ലോ. അപ്പോൾ തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ വരച്ചാൽ റിസൾട്ടൻ്റ് ആയി എന്ന് പറഞ്ഞില്ലേ, അതേ ഡയഗ്രാം വരക്കട. ഒരു 2 ലൈൻ എക്സ്ട്രാ, ഈ സൈഡ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലറും വരയ്ക്കുക. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതാ ഇങ്ങനെ ഒരു വലിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടിയോ? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കണം, ഇത് എ വെക്ടർ, ഇത് ബി വെക്ടർ, ഇത് ആർ വെക്ടർ. ഇവിടെ ഇങ്ങനെ കൂടി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ തീറ്റ, ഇതാണ് എ വെക്ടറിനും ബി വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ. അങ്ങനെയെങ്കിൽ ഈ സൈഡ് ബി കോസ് തീറ്റ, ഈ സൈഡ് ബി സൈൻ തീറ്റ. നിങ്ങൾക്കറിയാം കോസ് തീറ്റ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ആംഗിളിനോട് ചേർന്ന് വരുന്ന ആ ഭാഗം ഇത്രയും പോർഷൻ ബി കോസ് തീറ്റ, ഇത് ബി സൈൻ തീറ്റ. ഇനി വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സിമ്പിളായി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് ഫോർമുല റെഡി. പൈതഗോറസ് തിയറം നിങ്ങൾക്കറിയാം, R is equal to root of ബേസ് എന്ന് പറയുന്നത് a plus b cos theta ആണ്. ബേസ് a plus b cos theta whole square plus altitude b sin theta whole square. a plus b whole square expand ചെയ്യുക, a square plus 2ab cos theta plus b square cos square theta. ഇനി b sin theta സ്ക്വയറോ b square sin square theta. അങ്ങനെ വരുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab cos theta നിർത്തി ബി സ്ക്വയർ കോമൺ ആക്കി എടുത്താൽ ബ്രാക്കറ്റിൽ ആരൊക്കെ വരും? cos square theta plus sin square theta. കഴിഞ്ഞു 4 വരി. cos square theta plus sin square theta 1 അല്ലേ? അപ്പോൾ ഫോർമുല റെഡി. ഓക്കെ, സിമ്പിളായി ഡയഗ്രാം വരക്കുക. വെറും 4 സ്റ്റെപ്പിൽ നമുക്ക് ആ ഡെറിവേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്തു നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ഫോർമുല വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ നോക്കണം. വളരെ റെയറായി ഈ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണാനുള്ള ചോദ്യം വരാറുണ്ട്. എ വെക്ടറിനും ആർ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിളിനെ ഞാൻ ആൽഫ എന്നെടുത്താൽ ആ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി ആൽഫ എന്നുള്ള ആംഗിൾ നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. ഒന്ന് കഴിയുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്ക്. ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നാണ്. ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ എഴുതുക. പക്ഷേ സാധാരണ എക്സാമിന് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ന്യൂമറിക്കൽസ് വരികയാണെങ്കിൽ എങ്ങനെയൊക്കെ വരാം? 1-2 കേസുകൾ നോക്കുക. 2 forces 5 Newton and 7 Newton are acting at a point. 2 ഫോഴ്സുകൾ 5 ന്യൂട്ടൺ 7 ന്യൂട്ടൺ. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. അവർക്കിടക്കുള്ള ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങനെ കാണാം? സിമ്പിൾ. റിസൾട്ടൻറ്റിൻ്റെ ഫോർമുല മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല എഴുതി വെച്ച് നമ്മൾ ഇനി എ എന്നുള്ളിടത്ത് 5 എന്ന് കൊടുക്കുക, ബി എന്നുള്ളിടത്ത് 7 എന്ന് കൊടുക്കുക, തീറ്റ എന്നുള്ളിടത്ത് 60 ഡിഗ്രി കൊടുക്കുക. cos 60 1/2 ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു cos 60 1/2. 2 കട്ട് ചെയ്ത് പോയി. 5 സ്ക്വയർ 25, 7 സ്ക്വയർ 49, 5 ഇൻറ്റു 7 35, √109 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ദെൻ എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിനും 2 മാർക്കിനും അനേകം തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് മോഡ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു മോഡ് എ വെക്ടർ മൈനസ് ബി വെക്ടർ, അങ്ങനെയെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ. നോക്കണം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ ബൈ ഹാർട്ട് ആക്കി വെക്കുക, എഴുതുക 90 ഡിഗ്രി. എന്നാൽ 2 മാർക്കിന് ചോദിച്ചാലോ? അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ് എഴുതണം. മോഡ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ വെക്ടറും ബി വെക്ടറും ആഡ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മോഡ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഇത് പ്ലസ് 2ab, അത് മൈനസ് 2ab. ഇനി 2 ഭാഗത്തും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് അങ്ങ് പോവില്ലേ?
സ്ക്വയർ ചെയ്താൽ റൂട്ട് പോയി. അപ്പോൾ പിന്നെ എ സ്ക്വയർ കട്ട് ചെയ്ത് കളെ, ബി സ്ക്വയർ കട്ട് ചെയ്ത് കളെ, മൈനസ് 2ab cos θ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 2ab cos θ, 2ab cos θ പ്ലസ് 2ab cos θ, 4ab cos θ റൈറ്റ് സൈഡിൽ 0. സോ cos θ is equal to 0/4ab, 0, θ is equal to 90 ഡിഗ്രി. ഓക്കെ, സോ വെക്റ്റർ അഡീഷൻ എന്നുള്ള ഭാഗത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഇനി വെക്റ്ററുകളുമായി ബന്ധപ്പെട്ട അവസാന ഭാഗം, എങ്ങനെയാണ് ഒരു വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണൻസ് ആക്കുക? നമ്മൾ ധാരാളം കണ്ടതാണ് മറ്റു പല ചാപ്റ്ററുകളിൽ. വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണൻസ് ആക്കുന്നതിന് പറയുന്ന പേരാണ് റെസൊല്യൂഷൻ ഓഫ് വെക്റ്റർ, സ്പ്ലിറ്റിംഗ് ഓഫ് എ വെക്റ്റർ ഇൻ ടു ഇറ്റ്സ് കമ്പോണൻസ്. നോക്കണം, എ എന്ന വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണൻസ് ആക്കാൻ പറഞ്ഞാൽ ഇത് ഒരു കമ്പോണൻറ്റ്, ഇത് അതേപോലെ മറ്റൊരു കമ്പോണൻറ്റ് മേലോട്ട്. ഓക്കെ, ഒരു കമ്പോണൻറ്റ് ഇതേപോലെ നോക്കണം, എ വെക്റ്ററിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരക്കാം, രണ്ടാമത്തെ കമ്പോണൻറ്റ് ഇതാ ഇങ്ങനെ മേലോട്ട് വരക്കാം. ഇവിടെ ആദ്യം വരച്ച കമ്പോണൻറ്റ് ഇറേസ് ചെയ്ത് കളെ. നോക്കിക്കോളൂ, എ വെക്റ്ററിൻ്റെ രണ്ട് കമ്പോണൻസ്, ഒന്ന് ഈ ഡയറക്ഷനിൽ വരച്ചു, അതേപോലെ അടുത്ത കമ്പോണൻറ്റ് വൈ ഡയറക്ഷനിലായി ഇങ്ങനെയും വരച്ചു. ഇവിടെ എ വെക്റ്ററും ഒരു കമ്പോണൻറ്റും തമ്മിൽ ഞാൻ ഇങ്ങനെ ഒരു ആംഗിൾ തീറ്റ മാർക്ക് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ആംഗിളിനോട് ചേർന്ന് വരുന്ന കമ്പോണൻ്റ് ആയിരിക്കും കോസ് കമ്പോണൻറ്റ്, എ കോസ് തീറ്റ. അപ്പോൾ അടുത്ത കമ്പോണൻറ്റോ എ സൈൻ തീറ്റ. അഡ്ജസൻറ്റ് കമ്പോണൻറ്റ് ഓഫ് തീറ്റ കോസ് കമ്പോണൻറ്റ്, ഓപ്പോസിറ്റ് കമ്പോണൻറ്റ് ഓഫ് തീറ്റ സൈൻ കമ്പോണൻറ്റ്. അതാദ്യം മനസ്സിലാക്കുക. ദെൻ ഇത് എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആയതുകൊണ്ട് ഇതിനെ എക്സ് കമ്പോണൻറ്റ് എന്ന് വിളിക്കാം. ഇത് വൈ ഡയറക്ഷനിലായതുകൊണ്ട് ഈ കമ്പോണൻറ്റിനെ വൈ കമ്പോണൻറ്റ് എന്ന് വിളിക്കാം. ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ് കമ്പോണൻറ്റിൻ്റെയും വൈ കമ്പോണൻറ്റിൻ്റെയും ടേംസിൽ നമ്മളൊരു വെക്റ്ററിനെ എഴുതി കാണിക്കുന്ന രീതിയാണ് കമ്പോണൻറ്റ് ഫോം ഓഫ് എ വെക്റ്റർ. എ വെക്റ്ററിൻ്റെ എക്സ് കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ എക്സ്, വൈ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ വൈ എന്ന് എഴുതിയാൽ എങ്ങനെയാണ് കമ്പോണൻറ്റ് ഫോമിൽ എ വെക്റ്ററിനെ എഴുതുക? എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ്. ഫോർ എക്സാമ്പിൾ 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ്. ഇത് എക്സ് കമ്പോണൻറ്റ്, ഇത് വൈ കമ്പോണൻറ്റ്. ഇതാണ് കമ്പോണൻറ്റ് ഫോം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ദ എക്സ് കമ്പോണൻറ്റിലെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ ഒരു വെക്റ്ററിനെ കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യുന്നത് എങ്ങനെ? കമ്പോണൻസ് കോസ് കമ്പോണൻറ്റ് ഏത്, സൈൻ കമ്പോണൻറ്റ് ഏത്, എക്സ് കമ്പോണൻറ്റ് ഏത്, വൈ കമ്പോണൻറ്റ് ഏത്, കമ്പോണൻറ്റ് ഫോമിൽ എഴുതുന്ന രീതി, അങ്ങനെ തന്നാൽ മാഗ്നിറ്റ്യൂഡ് കാണുന്ന രീതി. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി പൊസിഷൻ വെക്റ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഇതൊന്ന് നോക്കാം. ഒരു വെക്റ്ററിൻ്റെ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ കാണിക്കുന്ന വെക്റ്ററാണ് പൊസിഷൻ വെക്റ്റർ. ഇതാണ് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എങ്കിൽ ഒറിജിനിൽ നിന്ന് പൊസിഷനിലേക്കാണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ വരയ്ക്കുക. ആർ വെക്റ്റർ എന്നാണ് എഴുതി കാണിക്കുക. ഈ പൊസിഷൻ വെക്റ്ററിൻ്റെ കമ്പോണൻസ് നോക്കിയാൽ ഇത് എക്സ് കമ്പോണൻറ്റ്, ഇത് വൈ കമ്പോണൻറ്റ്. കമ്പോണൻറ്റ് ഫോമിൽ പൊസിഷൻ വെക്റ്ററിനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്നാണ് വരിക. എന്താണ് ആ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് എക്സ്, വൈ കോർഡിനേറ്റ് ആണ് വൈ. ഓക്കെ, അപ്പോൾ പൊസിഷൻ വെക്റ്ററിൻ്റെ കമ്പോണൻറ്റ് ഫോം എഴുതാൻ എക്സാമിന് ചോദിച്ചു, എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്ന് എഴുതണം. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററാണ്. നമുക്കറിയാം ഇതൊരു മൂവിങ് ബോഡിയുടെ ഇനീഷ്യൽ പൊസിഷൻ, ഇത് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് വരയ്ക്കുന്ന വെക്റ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. പൊസിഷൻ വെക്റ്ററിനെ ആർ വെക്റ്റർ എന്ന് സൂചിപ്പിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ നമ്മൾ ഡെൽറ്റ ആർ വെക്റ്റർ എന്ന് സൂചിപ്പിക്കുന്നു. സോ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞത്. ഏതാണ് ഏരിയ? പറ, വെക്റ്റേഴ്സ് എന്നുള്ള ഭാഗം. ഈ വെക്റ്റേഴ്സ് എന്നുള്ള ഭാഗത്ത് ഡെഫിനിഷൻ പഠിച്ചു, ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് 4 പഠിച്ചു, അതേപോലെ വെക്റ്റർ അഡീഷൻ്റെ ട്രയാങ്കിളിലോ പാരലലോഗ്രാമിലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്ത് പഠിക്കുക, ന്യൂമറിക്കൽസ് വന്നാൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക, അതോടൊപ്പം വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, ദെൻ നമ്മൾ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കിടക്കുകയാണ്. നിർബന്ധമായും മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ നോക്കാതെ പോകരുത് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന ചോദ്യങ്ങളില്ലാത്ത എക്സാമുകളില്ല എന്ന് പോലും പറയും നമ്മൾ. അത്രയും പ്രധാനപ്പെട്ട ഏരിയയാണ്. സോ ആദ്യം എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? ഒന്നുമില്ല, നമ്മളൊരു ബോഡിയെ വായുവിലേക്ക് എറിയുക, ഒരു വെലോസിറ്റിയിൽ എറിയുക, പിന്നെ ആ ബോഡി ഗ്രാവിറ്റിയുടെ നിയന്ത്രണത്തിൽ, ഭൂമിയുടെ അട്രാക്ഷനിൽ മാത്രം ചലിക്കുക. ഇതാണ് പ്രൊജക്ടൈൽ. ഓക്കെ, ആ ബോഡിയുടെ മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. നമുക്കറിയാം ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എക്സാമ്പിളാണ്. മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ, ഓടുന്ന വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇടുന്ന വസ്തു ഒരു പ്രൊജക്ടൈലാണ്. ഒരു തോക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെടിയുണ്ട പ്രൊജക്ടൈലാണ്. ധാരാളം എക്സാമ്പിളുകൾ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ പറയാം. സോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ത്രോൺ ഇൻ ടു എയർ വിത്ത് എ വെലോസിറ്റി മൂവിങ് അണ്ടർ ഗ്രാവിറ്റി ഈസ് കോൾഡ് പ്രൊജക്ടൈൽ മോഷൻ. വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രൊജക്ടൈലിൻ്റെ പാത്തിൻ്റെ ഷേപ്പ് എക്സാമിന് ചോദിക്കും. എന്താ പറയുക? പരാബോള. ഓക്കെ, ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു, ബാറ്റ്സ്മാൻ ക്രിക്കറ്റ് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നു, എല്ലാം പ്രൊജക്ടൈൽ മോഷനാണ്. ആ ബോളിൻ്റെ ഒക്കെ ചലനം ഏതാ? പറ, പാരാബോളിക് പാത്താണ്. ഇനി ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്ത് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഡയഗ്രം നിർബന്ധമായി വരച്ചു പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഡെറിവേഷനുകൾക്കെല്ലാം ഈ ഡയഗ്രം നിർബന്ധം. അപ്പോൾ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ നിന്ന് പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്തു, ദ പാരാബോളിക് പാത്ത് സഞ്ചരിച്ച് ഇവിടെ വന്ന് വീണു. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്ത ഇനീഷ്യൽ വെലോസിറ്റി യു, ചെരിച്ചാണ് പ്രൊജക്റ്റ് ചെയ്തത്, തീറ്റ ആംഗിൾ ചെരിച്ച്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ.
അപ്പോൾ ദ എക്സ് കമ്പോണൻറ്റ് യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയും. യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. വെർട്ടിക്കൽ കമ്പോണൻറ്റോ യു സൈൻ തീറ്റ കമ്പോണൻ്റ് ആക്കുന്ന പരിപാടി നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, ഇതാണ് പ്രൊജക്ടൈൽ പൊങ്ങുന്ന ഏറ്റവും വലിയ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്. പ്രൊജക്ടൈലിൽ ഉണ്ടാകുന്ന റേഞ്ചാണ് ക്യാപിറ്റൽ ആർ, ഹൊറിസോണ്ടൽ റേഞ്ച്. ഡയഗ്രം നിർബന്ധമായും വരച്ച് പഠിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രൊജക്ടൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും ഒരേ വാല്യൂ. എന്നാൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി അങ്ങനെയല്ല. അത് മേലോട്ട് പോകുന്തോറും കുറഞ്ഞ് ടോപ്പിലെത്തുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആകും, പിന്നെ കൂടി വരും. മറക്കരുത്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആകട്ടെ മാറി വരും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആകട്ടെ മേലോട്ട് പോകുന്തോറും കുറഞ്ഞു വരും, ടോപ്പിലെത്തുമ്പോൾ 0 ആകും, പിന്നെ കൂടി വരും. അപ്പോൾ ഈ ഗ്രാഫ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രൊജക്ടൈൽ മോഷനുമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് പഠിക്കണം. പ്രൊജക്ടൈൽ മോഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ 3 ഫോർമുലകൾ ഡിറൈവ് ചെയ്യാനുള്ള ആ ഒരു പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ 3 ഫോർമുലകൾ ഓർത്തു വെക്കാനൊരു ട്രിക്ക് പറയാം. നോക്കണം, ആദ്യം നമ്മൾ ടൈമിൻ്റെ ഫോർമുല പഠിക്കുക, പിന്നെ റേഞ്ചിൻ്റെ ഫോർമുല പഠിക്കുക, പിന്നെ ഹൈറ്റിൻ്റെ ഫോർമുല. ടോർച്ച് എന്നുള്ളൊരു വാക്ക് ഞാൻ എളുപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. അതിൽ ആദ്യം ടിയും പിന്നെ ആറും പിന്നെ എച്ചും ആണല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ഓർക്കാനുള്ള ഒരു എളുപ്പ വഴി പറയാം. എല്ലാത്തിൻ്റെയും ഫോർമുലയിൽ കോമൺ ആയി വരുന്നൊരു പോർഷനാണ് യു സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ യു സൈൻ തീറ്റ ബൈ ജി അങ്ങ് എഴുതി. ഇത് ഡെറിവേഷൻ അല്ല കേട്ടോ, ഫോർമുല ഓർക്കാനുള്ള ട്രിക്കാണ്. എല്ലാത്തിലും യു സൈൻ തീറ്റ ബൈ ജി എഴുതി കഴിഞ്ഞാൽ ഇതിൽ 3 വേരിയബിൾസാണ്, 3 ക്വാണ്ടിറ്റീസ്, യു ഉണ്ട്, തീറ്റ ഉണ്ട്, ജി. ഒന്നാമത്തെ ഇക്വേഷനിൽ യു എന്നതിന് മുമ്പ് 2 ചേർക്കുക. രണ്ടാമത്തെ ഇക്വേഷനിൽ തീറ്റയ്ക്ക് മുമ്പ് 2 ചേർക്കുക. മൂന്നാമത്തെ ഇക്വേഷനിൽ ജിയുടെ മുമ്പ് 2 ചേർക്കുക. ഓക്കെ, ശരി. ഇതോടെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ആയി. ടൈം ഓഫ് ഫ്ലൈറ്റ് പറഞ്ഞാൽ പൊങ്ങി തഴെടുക്കുന്ന ടൈമാണ്. എന്താ ഫോർമുല പറ? 2u സൈൻ തീറ്റ ബൈ ജി. സോ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ റെഡിയായി. ഇനി റേഞ്ചിൻ്റെ ഇക്വേഷനാണ്. അവിടെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താ, ഈ യു എന്നതിൻ്റെ മുമ്പല്ലേ ആദ്യം 2 ഇട്ടിരുന്നത്, ആ 2 എടുത്തിട്ടാണ് ഇപ്പോൾ തീറ്റയുടെ മുമ്പ് എഴുതിയതെന്ന് വിചാരിക്കുക. എവിടുന്നാണോ 2 എടുത്തത് അയാളെ സ്ക്വയർ ചെയ്യുക. യുവിൻ്റെ മുമ്പുള്ള 2 എടുത്തിട്ടാണ് തീറ്റയ്ക്ക് മുമ്പ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ യുവിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്താ ഈ റേഞ്ചിൻ്റെ ഫോർമുല? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇനി ഹൈറ്റിൻ്റെ ഫോർമുലയിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ ജിൻ്റെ മുമ്പല്ലേ 2 ഇട്ടത്. ആദ്യം 2 ഇവിടെയായിരുന്നു, പിന്നെ ആ 2 ഇവിടെയായിരുന്നു, ഇവിടുന്ന് 2 ഇങ്ങോട്ട് കൊടുത്ത് അവിടുന്നുള്ള 2 ആണ് ഇങ്ങോട്ട് കൊടുത്തത് എന്ന് സങ്കല്പിക്കടാ. എവിടുന്നൊക്കെ 2 എടുത്തോ അവിടെയൊക്കെ നമ്മൾ സ്ക്വയർ ചെയ്യുക. സോ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. സോ ഫോർമുല ആദ്യം ബൈ ഹാർട്ട് ആക്കുക, എന്നാൽ ഡെറിവേഷൻ സിമ്പിൾ ആവും. ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ബൈ ജി, ഹൊറിസോണ്ടൽ റേഞ്ച് ആദ്യം ടൈം, പിന്നെ റേഞ്ച്, പിന്നെ ഹൈറ്റ്, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി, ഹൈറ്റ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഫോർമുലകൾ സിമ്പിളായി എങ്ങനെ ഡിറൈവ് ചെയ്യാം നോക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ചാലും റേഞ്ച് ചോദിച്ചാലും ഹൈറ്റ് ചോദിച്ചാലും ആദ്യം നിങ്ങൾ ഡയഗ്രം വരച്ച് വെക്കണം. ഡയഗ്രം മറക്കരുത്. സിമ്പിളായിട്ട് ഡയഗ്രം വരക്കാൻ ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നതാണ്. പ്രൊജക്ടൈലിൻ്റെ ഡയഗ്രം ഈ രൂപത്തിൽ വരയ്ക്കുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാർക്ക് ചെയ്യേണ്ടത്? യു മാർക്ക് ചെയ്യണം, യു കോസ് തീറ്റ മാർക്ക് ചെയ്യണം, യു സൈൻ തീറ്റ മാർക്ക് ചെയ്യുക, അതേപോലെ എച്ച് ആർ ഇത്രയും മാർക്ക് ചെയ്യുക. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരക്കണില്ല, നേരത്തെ കാണിച്ചത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. നമ്മൾ ഓർഡർ മറക്കരുത്. ടൈം, റേഞ്ച്, ഹൈറ്റ്. ആദ്യം ഞാൻ ടൈമാണ്, പിന്നെ റേഞ്ചാണ്, അത് കഴിഞ്ഞ് ഹൈറ്റ്. ഇവിടെ കോളത്തിൽ എഴുതിയപ്പോൾ ഓർഡർ പാലിച്ചിട്ടില്ല നമ്മൾ. ആദ്യം ടൈം, പിന്നെ റേഞ്ച്, പിന്നെ ഹൈറ്റ്. ആ രീതിയിൽ നോക്കുക. ടൈം കാണാൻ വേണ്ടി നിങ്ങൾ v ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ. റേഞ്ച് കാണാൻ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി എന്ന് മതി, ഹാഫ് എ ടി സ്ക്വയർ വേണ്ട. എന്നാൽ ഹൈറ്റ് കാണാനോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ റേഞ്ച് കാണുമ്പോൾ നിങ്ങൾ ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുക. ഹൊറിസോണ്ടൽ മോഷൻ, ഇൻ ഹൊറിസോണ്ടൽ മോഷൻ എന്നെഴുതുക. അതായത് പ്രൊജക്ടൈൽ ഇങ്ങനെ പൊങ്ങി താഴുമ്പോൾ ഹൊറിസോണ്ടലായും നീങ്ങുന്നുണ്ട്, വെർട്ടിക്കലായും ചലിക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ മുന്നോട്ട് നീങ്ങുക, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ പൊങ്ങിത്താഴും. ഓക്കെ, ഈ രണ്ട് കേസിലും ഇപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് കാണുമ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ എടുക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റും അതേപോലെ മാക്സിമം ഹൈറ്റും കാണുമ്പോൾ നിങ്ങൾ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുക. സോ വെർട്ടിക്കൽ മോഷൻ എന്നെഴുതുക. ആ വെർട്ടിക്കൽ മോഷൻ തന്നെ പൊങ്ങി താഴുന്ന ആ വെർട്ടിക്കൽ മോഷൻ്റെ പകുതി ഭാഗം എടുത്താൽ മതി. വെർട്ടിക്കൽ മോഷൻ അപ്വേർഡ് എന്ന് മാത്രം എഴുതുക. വെർട്ടിക്കൽ മോഷൻ അപ്പ്. ഇനി പറ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളത് വി ഫൈനൽ വെലോസിറ്റി. വെർട്ടിക്കൽ മോഷനിൽ ടോപ്പിലെത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 അല്ലേ? ദെൻ യു എന്നുള്ളിടത്ത് ഇനീഷ്യൽ വെലോസിറ്റി യു. വെർട്ടിക്കൽ മോഷനാണ്. വെർട്ടിക്കൽ മോഷൻ ആകുമ്പോൾ യു സൈൻ തീറ്റ എന്ന് എഴുതണം. എ ആക്സിലറേഷൻ മേലോട്ടല്ലേ പോകുന്നത്, സോ മൈനസ് ജി എന്ന് എഴുതണ്ടേ. ആ മൈനസ് ജി ടി ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് ജി ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് വരും. ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി എന്ന് വരും. പക്ഷേ ഇത് മേലോട്ടെത്താനുള്ള ടൈമാണ്, മേലെത്തി താഴോട്ടെത്താനുള്ള ടൈമല്ലേ ടൈം ഓഫ് ഫ്ലൈറ്റ്. അങ്ങനെ വരുമ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു മേലെത്താനുള്ള ടൈമാണ് യു സൈൻ തീറ്റ ബൈ ജി, അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2u സൈൻ തീറ്റ ബൈ ജി. ദാറ്റ്സ് ഓൾ. ഓക്കെ, ദെൻ നേരെ റേഞ്ചിലേക്കാണ് പോകുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു ടി എന്ന് മാത്രം മതി. ഹാഫ് എ ടി സ്ക്വയർ ഒഴിവാക്കാനുള്ള കാരണം ആക്സിലറേഷൻ 0 ആയതുകൊണ്ടൊക്കെയാണ്. ഓക്കെ, എസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഹൊറിസോണ്ടൽ മോഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ r ആണ്. യു എന്നുള്ളിടത്ത് നമ്മൾ യു കോസ് തീറ്റ എന്ന് എഴുതണം, കാരണം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്.
ടി എന്നുള്ളിടത്ത് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്തല്ലോ ഏതാ പറ 2u sin θ/g. ഇനി ഒന്നും നോക്കണ്ട, റേഞ്ചിൻ്റെ ഫോർമുല നമ്മൾ ബൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ട്. u² sin 2θ/g എന്ന് എഴുതിയാൽ ഡെറിവേഷൻ തീർന്നു. ഓക്കെ, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ വെർട്ടിക്കൽ മോഷൻ അപ്പാണ്, ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി u sin θൻ്റെ സ്ക്വയർ ആകുമ്പോൾ u² sin സ്ക്വയർ θ. ദെൻ 2as a മൈനസ് ജി ആണ്, സോ മൈനസ് 2g s എന്ന് പറഞ്ഞാൽ h, മൈനസ് 2gh ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 2gh ഇസ് ഈക്വൽ ടു u² sin സ്ക്വയർ θ എന്ന് വരും. ഹൈറ്റിൻ്റെ ഫോർമുല u² sin സ്ക്വയർ θ ഡിവൈഡഡ് ബൈ 2g. സോ ഈ ഡെറിവേഷൻ പഠിക്കാതെ പോകരുത്. ചിലപ്പോൾ ഒന്നാം ചോദിക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം ചോദിക്കും. ഡയഗ്രം കംപ്ലീറ്റ് അല്ല കേട്ടോ, ഡയഗ്രം നേരത്തെ ഞാൻ വരച്ച് കാണിച്ചതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണിച്ചില്ല എന്ന് മാത്രം. ഡയഗ്രത്തിൽ u വേണം, u cos θ വേണം, u sin θ വേണം, അതേപോലെ എച്ചും അതേപോലെ റേഞ്ചും കൂടി കാണിക്കണം. കുറച്ച് എക്സ്ട്രാ പോയിന്റ് കൂടി പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ടൊന്ന് പഠിച്ചാലോ. അതായത് ഏത് ആംഗിളിൽ എറിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഉയരം പൊങ്ങും? 90 ഡിഗ്രിയിലാണ്. 90 ഡിഗ്രി എറിഞ്ഞാൽ പൊങ്ങുന്ന ഹൈറ്റാണ് എച്ച് മാക്സിമം. ഫോർമുല u²/2g. u² sin സ്ക്വയർ θ അല്ല, sin സ്ക്വയർ ആണ് ഒഴിവാക്കിയാൽ മതി, u²/2g. എന്നാൽ ധാരാളം തവണ എക്സാമിന് ചോദിച്ചു 45 ഡിഗ്രി എറിഞ്ഞാലാണ് റേഞ്ച് മാക്സിമം ആകുക. എന്താ മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ? u²/g. ഓക്കെ, ഫോർമുലയിൽ sin 2θ ഒഴിവാക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ എച്ച് മാക്സിമം ആർ മാക്സിമം തമ്മിലുള്ള റിലേഷൻ പറ. ആർ മാക്സിമം ഇസ് ഈക്വൽ ടു 2 × എച്ച് മാക്സിമം. മറ്റൊരു ക്വസ്റ്റ്യൻ, രണ്ട് വ്യത്യസ്ത ആംഗിളുകളിൽ പ്രൊജക്റ്റ് ചെയ്താൽ ഒരേ റേഞ്ച് കിട്ടും. സെയിം റേഞ്ച് കിട്ടുന്ന ആംഗിൾ ഓഫ് പ്രൊജക്ഷൻസ് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് തീറ്റ, മറ്റൊന്ന് 90 - θ. മറക്കരുത്. അതേപോലെ പ്രൊജക്ടൈൽ ടോപ്പിലെത്തുമ്പോഴുള്ള പ്രത്യേകതകൾ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ചോദിച്ചാൽ u cos θ, വെർട്ടിക്കൽ വെലോസിറ്റിയോ 0. ഹയസ്റ്റ് പോയിന്റിലെ ആക്സിലറേഷൻ -g -9.8. ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്, ഹാഫ് × m × വെലോസിറ്റി u cos θ, അതിൻ്റെ സ്ക്വയർ അവറ u² cos സ്ക്വയർ θ. സോ പ്രൊജക്ടൈൽ മോഷനിൽ ഡെറിവേഷൻ കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കുക. ഇനി എക്സാമിന് വളരെ റെയറായി ചോദിച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങളാണ്. പ്രൊജക്ടൈലിൻ്റെ പാത്ത് പാരാബോളിക് പാത്താണെന്ന് പറഞ്ഞു, ആ പാത്തിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. കഴിയുന്നവർ മാത്രം നോക്കുക. ഒരു തവണ മാത്രമാണ് ഈ സിലബസ് മാറിയിട്ട് എക്സാമിന് ചോദ്യം വന്നത്. പ്രൊജക്ടൈലിൻ്റെ പാരാബോളിക് പാത്തിൻ്റെ ഇക്വേഷൻ tan θ × x - g/2 u² cos സ്ക്വയർ θ × x². അതിൻ്റെ പ്രൂഫ് ഞാൻ വളരെ സിമ്പിളായി 3 സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ട്. s = ut + ½ t². s എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് o മുതൽ a വരെ പോകുമ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് y. u എന്നുള്ളിടത്ത് വെർട്ടിക്കൽ ആയതുകൊണ്ട് u sin θ. അതേപോലെ പ്ലസ് മൈനസ് ആക്കി a - g ആക്കി. ഇവിടെയും t കാണുന്നു. ആ t എന്ന് പറയുമ്പോൾ ടൈമാണ്. ടൈമിനെ ഞാൻ എങ്ങനെ മാറ്റി? x/u cos θ. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ x ആക്കി, വെലോസിറ്റിയെ x ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ വെലോസിറ്റി u cos θ എന്നാക്കി. കഴിയുന്നവരൊന്ന് നോക്ക്. അപ്പോൾ ഇക്വേഷൻ ഈ രൂപത്തിൽ കിട്ടും. ഇതൊരു പാരാബോളിക് പാത്തിൻ്റെ ഇക്വേഷനാണ് എന്ന് മാത്തമാറ്റിക്കലി നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ വളരെ റെയറായി എക്സാമിന് ചോദിക്കുന്ന മറ്റൊന്നാണ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ. ഓടുന്ന വാഹനത്തിൽ നിന്ന് പുറത്തേക്കിടുന്ന വസ്തു, യുദ്ധവിമാനത്തിൽ നിന്ന് ബോംബിടുന്നു, അതല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് ഫുഡ് പാക്കറ്റ് താഴോട്ടിടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ കാണും. അത് ഹൊറിസോണ്ടൽ പ്രൊജക്ഷനാണ്. അതിൻ്റെ പാത്ത് വരക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരക്കണം. ആ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ ഫോർമുല വേറെയാണ്, √2h/g. റേഞ്ച് കാണാനുള്ള ഫോർമുല u × √2h/g. മറക്കരുത്. ഓടുന്ന വാഹനത്തിൽ നിന്ന് താഴോട്ടിടുന്ന വസ്തുവിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ആ വാഹനത്തിൻ്റെ വെലോസിറ്റി ക്വസ്റ്റ്യന് തരും. അതാണ് ആ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി. വാഹനത്തിൻ്റെ വെലോസിറ്റിയാണ് ആ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി, മറക്കരുത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രൊജക്ടൈൽ മോഷൻ. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ് നമ്മളിനി. ഏതാണ് ഭാഗം? യൂണിഫോം സർക്കുലർ മോഷൻ. അതിനു മുമ്പ് പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എക്സാമിന് വരികയാണെങ്കിൽ എങ്ങനെ വരാം? A cricket ball is thrown at a speed of 28 m/s at an angle θ is equal to 30 degree with the horizontal. Calculate the maximum height. മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഫോർമുല എഴുത്. ഇനീഷ്യൽ വെലോസിറ്റി തന്നു 28 ആണ്, ആംഗിൾ തന്നു 30 ഡിഗ്രിയാണ്, ജീൻ്റെ വാല്യൂ 9.8. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 10 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അതോടൊപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിൾ 15 degree ഈസ് 50 മീറ്റർ. 15 ഡിഗ്രി എറിഞ്ഞ പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് 50. അങ്ങനെയെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കാണുക. റേഞ്ച് തന്നിട്ട് വെലോസിറ്റി കാണാൻ ചോദിക്കുമ്പോൾ റേഞ്ചിൻ്റെ ഫോർമുല എഴുതുക. എന്നിട്ട് ആ u² അവിടെ നിർത്തി ബാക്കിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ റേഞ്ച് ഇനീഷ്യൽ വെലോസിറ്റി √980 = 31.3 എന്ന് കിട്ടും. വീഡിയോ പോസ് ചെയ്ത് ആ പ്രോബ്ലം ഒന്ന് നോക്കി മനസ്സിലാക്കി പഠിക്കുക. സോ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നമ്മളിനി യൂണിഫോം സർക്കുലർ മോഷൻ എന്നുള്ള ഭാഗത്തേക്ക് വരികയാണ്. ശ്രദ്ധിച്ചോളൂ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ബോഡി ഒരേ സ്പീഡിൽ സർക്കുലർ പാത്തിൽ കറങ്ങുക. ഒരേ സ്പീഡിൽ കറങ്ങുമ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് മാത്രമാണോ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്? അല്ല, സ്പീഡ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. സ്പീഡും മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയും ഒന്ന് തന്നെ. അതോടൊപ്പം യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്.
ആംഗുലർ വെലോസിറ്റി നമ്മൾ ഇനി പറയാൻ പോകുക. ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്നുള്ള ലെറ്റർ എഴുതും, അതും കോൺസ്റ്റന്റ് ആണ്. കൈനറ്റിക് എനർജിയും കോൺസ്റ്റന്റ് ആണ്. സോ യൂണിഫോം സർക്കുലർ മോഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട ചില ടേംസ് ഒന്ന് നോക്കിയാലോ. നോക്കട്ടെ, എ മുതൽ ബി വരെയാണ് ഒരു ബോഡി ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതെങ്കിൽ ഇത് സെൻറ്ററാണ് സർക്കിളിൻ്റെ, ഇത് രണ്ടും റേഡിയസ് ആണ്. ബോഡി കറങ്ങുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ആംഗിൾ തീറ്റ, അതിനെ പറയും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗിൾ ആയതുകൊണ്ട് യൂണിറ്റ് എന്താണ്? റേഡിയൻ. ഇനി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിനെ നമ്മൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറയും, ഒമേഗ. തീറ്റ ബൈ ടി, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, ഓർ ഡി തീറ്റ ബൈ ഡി ടി, അങ്ങനെയൊക്കെ എഴുതാം. ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് മറക്കരുത്, റേഡിയൻ. തീറ്റ റേഡിയൻ, ടൈം സെക്കൻഡ്, റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ. ദെൻ ഒരു തവണ കംപ്ലീറ്റ് ആയി കറങ്ങാനെടുക്കുന്ന ടൈമിനെ പറയും ടൈം പീരീഡ്. ഒരു തവണ കറങ്ങാനെടുക്കുന്ന ടൈം. അപ്പോൾ ഫ്രീക്വൻസിയെ എഫ് എന്നോ ന്യൂ എന്നോ എഴുതും. എന്താ ഫ്രീക്വൻസി? നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ റിവോൾവ് ചെയ്തു, അതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല ന്യൂ ഇസ് ഈക്വൽ ടു എൻ ബൈ ടി. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റൊട്ടേഷൻ, നമ്പർ ഓഫ് റൊട്ടേഷൻ. ടി എന്ന് പറഞ്ഞാൽ ടൈം. നമ്പർ ഓഫ് റൊട്ടേഷനും ടൈമും തന്നാൽ ഫ്രീക്വൻസി എങ്ങനെ കാണും? എൻ ബൈ ടി. അല്ലെങ്കിൽ 1 ബൈ ടൈം പീരീഡ്. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ ഫ്രീക്വൻസി ആയി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് മറക്കരുത്, സെക്കൻഡ് റൈസ് ടു -1 അല്ലെങ്കിൽ ഹെഡ്സ്. ഓക്കെ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട ചില റിലേഷനുകൾ കൂടി നോക്കാം. ആദ്യം ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ മറക്കരുത്. 4 ചാപ്റ്റർ +1 ആവശ്യമുണ്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ്. ടൈം പീരീഡ് അറിയാമെങ്കിൽ ഒമേഗ കണ്ടെത്താം, ഒമേഗ അറിയാമെങ്കിൽ ടൈം പീരീഡ് കണ്ടെത്താം. അതല്ലെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഓക്കെ. ഫ്രീക്വൻസി തരും, ഒമേഗ ആവശ്യം വരും. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. റിലേഷൻ മറക്കരുത്. ഡിറൈവ് ചെയ്യാൻ 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ. വി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും വെലോസിറ്റി എന്നാ പറയാം, ശരിയായ പേര് ലീനിയർ വെലോസിറ്റി. ഒമേഗ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ സർക്കുലർ പാത്തിൽ കറങ്ങുന്ന ബോഡിയുടെ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോക്കിയാലോ. നോക്കണം, എ മുതൽ ബി വരെയാണ് ബോഡി മൂവ് ചെയ്യുന്നത്. ഇത് ഈ മൂവ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് വിളിക്കാം. റേഡിയസ് ആർ, ആംഗിൾ തീറ്റ. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ആർ. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. രണ്ട് സൈഡും ഞാൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി, തീറ്റ ബൈ ടൈം ഒമേഗ. സോ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. വളരെ സിമ്പിളായി നമുക്ക് ഈ റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്ന് എഴുതി പഠിക്കുക, നേരത്തെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് അവസാന ഭാഗത്തേക്ക് പോയാലോ. യൂണിഫോം സർക്കുലർ മോഷൻ നടത്തുന്ന ബോഡിയുടെ ആക്സിലറേഷൻ്റെ പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം സെൻറ്ററിലേക്ക് എന്നാണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ നടത്തുന്ന ബോഡിക്ക് സെൻറ്ററിലേക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ്റെ പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ സെൻറ്ററിലേക്കാണെന്ന് പറഞ്ഞു. ഇവിടെയാണ് പാർട്ടിക്കിൾ എത്തിയതെങ്കിൽ ഇങ്ങോട്ടാണ് ആക്സിലറേഷൻ. വെലോസിറ്റിയോ? വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും. അപ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും എപ്പോഴും സർക്കുലർ മോഷനിൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ പെർപെൻഡിക്കുലർ, തീറ്റ 90 ഡിഗ്രി. ഇനി സെൻറ്ററിലേക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ്റെ ഫോർമുല v²/r. 3 ഫോർമുലകൾ, 3 ഇക്വേഷനുകൾ ഒന്നെങ്കിലും പഠിച്ചു വെക്കണം. 3ഉം ഓർക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായി. v²/r, r ω², അല്ലെങ്കിൽ v ω. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ 3 ഫോർമുലകൾ. ഇത് 3 മാർക്കിന് ഡിറൈവ് ചെയ്യാൻ ചോദിക്കണം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ 3 മാർക്കിന് ചോദിക്കും. വളരെ സിമ്പിളായി ഡിറൈവ് ചെയ്യാം. സർക്കുലർ പാത്ത് വരക്ക് എ മുതൽ ബി വരെയാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നത് എന്ന് കരുതിക്കോളൂ. ഓക്കെ. അപ്പോൾ ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, എയിൽ നിന്ന് ബിയിലേക്കാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. ഞാനിത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെയാണ് വരച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് എസ് എന്ന് എഴുതാലോ, എസ്. ഓക്കെ. ഇനി ഇവിടെ എയിലെത്തുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ടാൻജൻഷ്യൽ വി, ബിയിലെത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി മേലോട്ട് വി ഡാഷ് എന്നെഴുതി. ഓക്കെ. ഇനി ഞാൻ വിയും വി ഡാഷും നോക്കണം. വി ഇങ്ങോട്ടാണ്, വി ഡാഷ് ഇങ്ങോട്ടാണ്. വിയും വി ഡാഷും കോ ഇനീഷ്യലായി വരച്ചു, ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അങ്ങോട്ട്, ഫൈനൽ വെലോസിറ്റി മേലോട്ട്. അപ്പോൾ വെലോസിറ്റിയിലുണ്ടായ ചേഞ്ച് ഇങ്ങോട്ടാണ്. ഓക്കെ. വെലോസിറ്റിക്കുണ്ടായ ചേഞ്ച് ഇങ്ങോട്ട്, ഡെൽറ്റ വി എന്നെഴുതാം. ഇവിടെ 2 ട്രയാങ്കിൾ, രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, രണ്ടും ഐസോസിലസ് ട്രയാങ്കിളുമാണ്. അത് തോവട്ടെ, അതായത് ആ 2 ട്രയാങ്കിളിലെ എല്ലാ ആംഗിളുകളും ഈക്വലാണ്. അപ്പോൾ നമുക്ക് ആ 2 ട്രയാങ്കിളുകളും സിമിലർ ആണെന്ന് പറയാലോ. The 2 triangles are similar. ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗ്രാം വരച്ചതിന് ഫസ്റ്റ് സ്റ്റെപ്പ് 2 ട്രയാങ്കിളും സിമിലറാണ്. സിമിലർ ആണെങ്കിൽ അവരുടെ പ്രത്യേകത ചെറിയ ക്ലാസ്സിൽ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് ഡെൽറ്റ വി ബൈ ഒരു സൈഡ് വി, ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഈ ട്രയാങ്കിളിൽ അതേപോലുള്ള റേഷ്യോ എടുക്കുക. ഹൈപ്പോട്ടന്യൂസ് എസ് അല്ലേ, ഒരു സൈഡ് ആർ അല്ലേ. സോ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു എസ് ബൈ ആർ. ഡെൽറ്റ വി അവിടെ നിർത്തി ഞാൻ ആ വിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എസ് ഇൻറ്റു വി ബൈ ആർ. 2 സൈഡും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ ആക്സിലറേഷൻ. അതേപോലെ എസ് വി ബൈ ആറിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. എസ് ബൈ ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി. ഓൾറെഡി ഇവിടെ വി ബൈ ആർ ഉണ്ട്. വി ഇൻറ്റു വി ബൈ ആർ, v² ബൈ ആർ.
സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ 3 മാർക്കിന് വന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഈ ഭാഗത്തുനിന്ന് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ആൻ ഇൻസെക്ട് ട്രാപ്ഡ് ഇൻ എ സർക്കുലർ ഗ്രൂവ് ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ തന്നു. മൂവ്സ് എലോങ് ദി ഗ്രൂവ് സ്റ്റഡി ആയി പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡിലാണ്, യൂണിഫോം സർക്കുലർ മോഷൻ. ഇനി 7 റെവല്യൂഷൻ 100 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് റെവല്യൂഷൻ തന്നു, അതേപോലെ ടൈമും തന്നു. വാട്ട് ഈസ് ദി ലീനിയർ സ്പീഡ്? ലീനിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് v ഇസ് ഈക്വൽ ടു r ഒമേഗ. റേഡിയസ് തന്നിട്ടുണ്ട്, പക്ഷേ ഒമേഗ അറിയില്ല. ഒമേഗ കണ്ടെത്തണം. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ കാണാൻ n/t. ശ്രദ്ധിക്കണം, 2 × പൈയുടെ വാല്യൂ, നമ്പർ ഓഫ് റെവല്യൂഷൻ 7, ടൈം 100, ചെയ്യുമ്പോൾ 0.44 എന്ന് കിട്ടും. ഇത് ഒമേഗയാണ്. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് r ചെയ്താൽ വെലോസിറ്റി കാണാം. r എന്ന് പറഞ്ഞാൽ റേഡിയസ് 12 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ലീനിയർ സ്പീഡ് 0.0528 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഈസ് ദി ആക്സിലറേഷൻ വെക്ടർ എ കോൺസ്റ്റന്റ് വെക്ടർ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണെന്ന് ചോദിച്ചാൽ അല്ല. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലായിടത്തും സെയിമാണ്, പക്ഷേ ഡയറക്ഷൻ ഡിഫറൻറ്റാണ്. എപ്പോഴും സെൻറ്ററിലേക്ക് അറിയുമ്പോൾ മേലെ എത്തുമ്പോൾ താഴോട്ടാണ്, താഴെ എത്തുമ്പോൾ സെൻറ്ററിലേക്ക് അറിയുമ്പോൾ മേലോട്ടാണ്. സോ ഡയറക്ഷൻ ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഡിഫറൻറ്റ് അറ്റ് ഡിഫറൻറ്റ് പോയിന്റ്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് എല്ലായിടത്തും സെയിം ആണ്. ഡയറക്ഷൻ ഡിഫറൻറ്റ് ആയതുകൊണ്ട് ഒരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല എന്ന് മനസ്സിലാക്കണം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു എന്നാണ്, ഡയറക്ഷൻ ചേഞ്ചസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഫോർമുല കാണാൻ വാല്യൂ കാണാൻ പറഞ്ഞു. v²/r, v നമുക്ക് നേരത്തെ കിട്ടി, ഡിവൈഡഡ് ബൈ റേഡിയസ് ചെയ്യുമ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. സോ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള 8 മാർക്കിനോളം ക്വസ്റ്റ്യൻ വരുന്ന വെയിറ്റേജ് കൂടിയ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. കൃത്യമായി വൃത്തിയായി ഞാൻ ഈ പറയുന്ന രൂപത്തിൽ പഠിക്കുക. മുഴുവൻ മാർക്കും നേടാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു ആൾ.